സാർ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം 2026-27 വർഷത്തിൽ EPEP 2.0 എന്ന പേര് തുടരുന്നതാണ്. ദാരിദ്ര്യമുക്തമായ കുടുംബങ്ങളെ തുടർന്ന് പിന്തുണയ്ക്കാനും അവർക്ക് വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് മടങ്ങുന്നത് തടയാനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഗ്യാപ് ഫണ്ടായി 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, കിലയ്ക്ക് 32.5 കോടി രൂപ വകയിരുത്തുന്നു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കുള്ള പരിശീലനത്തിനും ഗ്രാമനഗര പ്രദേശങ്ങളിലെ സേവനം മെച്ചപ്പെടുന്നതിനും പ്രത്യേക ഊന്നൽ നൽകും. മുൻവർഷത്തെ അപേക്ഷിച്ച് 3.18 കോടി രൂപയുടെ വർധനവ് ആണിത്. കിലയിൽ ഒരു അംബേദ്കർ അനുവദിക്കുന്നതിനായി 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഇൻഫർമേഷൻ കേരള മിഷൻ ഉള്ള വിഹിതം 10 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റികളുടെ പ്രവർത്തനത്തിനായി 20.2 കോടി രൂപ നൽകുന്നു. ഉപജീവന ദൗത്യങ്ങൾ ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യത്തിൻ്റെ ഭാഗമായി ജനറൽ പട്ടികജാതി പട്ടികവർഗ ഘടകങ്ങൾക്കുള്ള സംസ്ഥാന വിഹിതമായി 99.9 കോടി രൂപ ഉയർത്തുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് 36.8 കോടി രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സർ, ദീൻദയാൽ ഉപാധ്യായ പദ്ധതിയുടെ സംസ്ഥാന വിഹിതം ജൻ ആജീവിക യോജന ഷെയറിൻ്റെ ഭാഗം കേരളത്തിൻ്റെ സംസ്ഥാന വിഹിതമായി 39 കോടി രൂപ വകയിരുത്തുന്നു. സർ, പ്രധാനമന്ത്രി ആവാസ് യോജന കേന്ദ്ര വിഹിതം വളരെ കുറവായതിനാൽ ഈ പദ്ധതി ലൈഫ് മിഷനുമായി സംയോജിപ്പിച്ചാണ് നടപ്പാക്കുന്നത്. ഇതിലൂടെ ഓരോ വീടിനും 4 ലക്ഷം രൂപ വീതം ഉറപ്പാക്കുന്നു. PMAY ഗ്രാമീൺ പദ്ധതിയുടെ യൂണിറ്റ് നിരക്ക് 1.2 ലക്ഷം രൂപ മാത്രമാണ്. PMY അർബൻ പദ്ധതിയുടെ യൂണിറ്റ് ചെലവ് 2 ലക്ഷം രൂപ മാത്രമാണ്. ഈ 2 പദ്ധതികളുടെ യൂണിറ്റ് നിരക്ക് 4 ലക്ഷം രൂപയായി ഉയർത്തുന്നതിനുള്ള ബാക്കി തുക തദ്ദേശ സർക്കാരുകളാണ് നൽകുന്നത്. PMAY ഗ്രാമീണ തൊഴിൽ മേഖലയിലെ 40% സംസ്ഥാന വിഹിതം നൽകുന്നതിനായി ആകെ 110.01 കോടി രൂപ വകയിരുത്തുന്നു. PMGSY സർ, പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജനയ്ക്ക് കീഴിൽ സംസ്ഥാന വിഹിതമായി 95 കോടിയും ഗ്രാമീണ റോഡുകളുടെ അറ്റകുറ്റപ്പണിക്കായി 30 കോടിയും വകയിരുത്തുന്നു. കാസർഗോഡ്, ഇടുക്കി, വയനാട്, കുട്ടനാട് പാക്കേജുകൾ. സർ, കാസർഗോഡ് വികസന പാക്കേജിനായി അധികമായി 80 കോടി രൂപ വർദ്ധിപ്പിക്കുന്നു. കുട്ടനാട് പാക്കേജിന് 75 കോടി രൂപ വകയിരുത്തുന്നു. വയനാട് പാക്കേജിന് 80 കോടി വകയിരുത്തുന്നു. സർ, ശബരിമല മാസ്റ്റർ പ്ലാൻ തീർത്ഥാടകർക്ക് സുസ്ഥിരമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമായി സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവയുടെ വികസനത്തിനായി ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതിക്ക് വിഹിതം 30 കോടിയായി വർദ്ധിപ്പിക്കുന്നു. സർ, ലോകത്തിലെ ഏറ്റവും ക്ലീൻ പമ്പ പദ്ധതി. സർ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നാണ് പമ്പ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദികളിലൊന്നാണ് പമ്പ. ലോകപ്രശസ്തമായ ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും മാരാമൺ കൺവെൻഷൻ നടക്കുന്നതും പമ്പയുടെ തീരത്താണ്. പമ്പാ നദി മാലിന്യമുക്തമാക്കുവാൻ ക്ലീൻ പമ്പ പദ്ധതിക്കായി 30 കോടി രൂപ വകയിരുത്തുന്നു. സഹകരണം. സർ, സഹകരണ മേഖലയ്ക്കായി ആകെ 142.52 കോടി രൂപ വകയിരുത്തുന്നു. വിദേശത്തുള്ള മക്കളുടെ അഭാവത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മാതാപിതാക്കൾക്ക് സമഗ്ര പരിചരണം പ്രദാനം ചെയ്യുന്നതിനായി നടപ്പിലാക്കുന്ന കോപ്പറേറ്റീവ് കെയർ ജീറിയാട്രിക് ആൻഡ് പാലിയേറ്റീവ് സെൻ്ററുകൾ എന്ന പദ്ധതി 21.40 കോടി രൂപ വകയിരുത്തുന്നു. സഹകരണ മേഖലയുടെ നൂതന കാർഷിക പദ്ധതിയായ സീട്ട 35 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൻ്റെ ഭാഗമായി നാളികേര വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കാനായി +1 പദ്ധതി ഈ വർഷം നടപ്പിലാക്കുന്നതാണ്. പ്രാഥമിക കാർഷിക വ്യാപാര സഹകരണ സംഘങ്ങളുടെ വിവിധ പദ്ധതികൾക്കായി 15.95 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരള സഹകരണ വികസന ക്ഷേമനിധി ബോർഡിൻ്റെ റിസ്ക് ഫണ്ട് സ്കീമിലേക്ക് സംസ്ഥാന വിഹിതമായി 7 കോടി രൂപയും ഉൾപ്പെടുന്നു. സർ, കേപ്പിൻ്റെ വിവിധ പദ്ധതികൾക്ക് വികസനത്തിനായി 6 കോടി രൂപ വകയിരുത്തുന്നു. സർ, SC/ST ഫെഡറേഷൻ്റെ പുനരുദ്ധാരണം, മൂലധന സഹായം തുടങ്ങിയ പദ്ധതികൾക്കായിട്ട് 6 കോടി രൂപ വകയിരുത്തുന്നു. വനിതാ സഹകരണ സംഘങ്ങൾക്ക് 3.54 കോടി രൂപ വകയിരുത്തുന്നു. സർ, കേരള നെല്ല് സംഭരണ സംസ്കരണ വിപണന സഹകരണ സംഘത്തിന് കാപ്കോസിന് കീഴിൽ കോട്ടയം ഏറ്റുമാനൂരിൽ റൈസ് മിൽ പദ്ധതിയുടെ നിർമ്മാണം നടത്താനായി 10 കോടി രൂപ വകയിരുത്തുന്നു. ജലസേചനവും വെള്ളപ്പൊക്ക നിയന്ത്രണവും. സർ, ജലസേചനത്തിനും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും തീരദേശ പരിപാലനത്തിനുമായി 623.85 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ വൻകിട ഇടത്തരം ജലസേചനത്തിനായി 233.82 കോടിയും ചെറുകിട ജലസേചനത്തിനായി 206.96 കോടിയും കമാൻഡ് ഏരിയ വികസനത്തിനായി 1.5 കോടി രൂപയും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് തീരദേശ സംരക്ഷണത്തിനായി 181.5 കോടി രൂപയും വകയിരുത്തുന്നു. സർ, കുട്ടനാട് വെള്ളപ്പൊക്ക നിയന്ത്രണ പദ്ധതിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് വിഹിതം 60.5 കോടിയായി വർദ്ധിപ്പിക്കുന്നു. കുട്ടനാട് മേഖലയിലെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുന്ന പ്രക്രിയ തുടങ്ങുന്നതിന് ആദ്യഘട്ടമായി ഇത് കൂടാതെ 50 കോടി രൂപ കൂടി വകയിരുത്തുന്നു. മീനച്ചിൽ വാലി ജലസേചന പദ്ധതിക്ക് 5.5 കോടി രൂപ വകയിരുത്തുന്നു. ഇടമാലയാറിന് 32 കോടി, മൂവാറ്റുപുഴ വാലിക്ക് 11.56 കോടി, കാവേരി നദിയുടെ പദ്ധതിക്ക് 28.75 കോടി, ബാണാസുര സാഗർ 21.75 കോടി,
കാവേരി നദീതടത്തിലെ ചെറുകിട പദ്ധതികൾക്ക് 2.6 കോടി രൂപ, പട്ടിശ്ശേരി ഡാമിൻ്റെയും കനാൽ സംവിധാനത്തിൻ്റെയും പുനർനിർമ്മാണത്തിനായി 17 കോടി, ചമ്രവട്ടത്ത് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതിക്ക് 2.5 കോടി, കാടാ കനാലുകളുടെ നവീകരണത്തിന് 14.1 കോടി, ഡാം പുനരുദ്ധാരണവും വികസനവും പദ്ധതിക്കായിട്ട് ഡ്രിപ്പിന് 16 കോടി, കുറ്റ്യാടി ജലസേചന പദ്ധതിക്ക് 5 കോടി, പഴശ്ശി ജലസേചന പദ്ധതിക്ക് 13 കോടി, ചേരമംഗലം പദ്ധതിക്ക് 2.5 കോടി, കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിക്ക് 10 കോടി, ചിറ്റൂർപ്പുഴ നവീകരണ പദ്ധതിക്ക് കനാൽ നവീകരണ പദ്ധതിക്ക് 12 കോടി എന്നിങ്ങനെ വകയിരുത്തുന്നു. സർ, തോട്ടപ്പള്ളിയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് 5 കോടി രൂപ വകയിരുത്തുന്നു. കല്ലട ഇറിഗേഷൻ കനാലുകളുടെ സംരക്ഷണ നവീകരണ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, ചെറുകിട ജലസേചനം, ഭൂഗർഭ വികസനവും ജലവികസനവും പര്യവേഷണവും പദ്ധതിക്കായി 23 കോടി രൂപ വകയിരുത്തുന്നു. ലിഫ്റ്റ് ഇറിഗേഷന് 17 കോടി രൂപ വകയിരുത്തുന്നു. സർ, ചെറുകിട ജലസേന ക്ലാസ് 1 പദ്ധതിക്കായിട്ട് 71.1 കോടി രൂപയും ക്ലാസ് 2 പദ്ധതിക്ക് കീഴിൽ തുടർന്നു വരുന്ന പ്രവർത്തികൾക്ക് പുതിയ പ്രവർത്തികൾ ഏറ്റെടുക്കുന്നതിന് 22.5 കോടി രൂപയും വകയിരുത്തുന്നു. ഹരിത കേരളം വഴി കുളങ്ങളും ടാങ്കുകളും നവീകരിക്കുന്നതിന് 7.5 കോടി, നബാർഡ് ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന സൂക്ഷ്മ ജലസേന പദ്ധതികൾക്ക് 16 കോടി രൂപ വർദ്ധിപ്പിച്ച് 46.6 കോടി രൂപയും വകയിരുത്തുന്നു. കുട്ടനാട് മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള നബാർഡ് RID പദ്ധതിക്ക് 100 കോടി രൂപ വകയിരുത്തുന്നു. തീരദേശ സംരക്ഷണത്തിനുള്ള RIDF പദ്ധതിക്ക് 15 കോടി രൂപ വകയിരുത്തുന്നു. ഊർജ്ജം, സർ, സംസ്ഥാനത്തിൻ്റെ ഊർജ്ജ മേഖലയിലെ നേട്ടങ്ങൾ കണക്കിലെടുത്ത് ഊർജ്ജ കാര്യക്ഷമതാ പദ്ധതികൾ, വൈദ്യുതി സുരക്ഷാ പരിപാടികൾ, ചെറുകിട ജലവൈദ്യുത പദ്ധതികളുടെ വികസനം, ഹരിത ഊർജ്ജം പ്രോത്സാഹിക്കുന്ന പദ്ധതികൾ എന്നിവയാണ് 26-27 ബജറ്റിൽ ഊന്നൽ നൽകുന്ന പ്രധാന മേഖലകൾ. ഊർജ്ജ മേഖലയുടെ വിഹിതം 1309.94 കോടി രൂപയായി ഉയർത്തിയിട്ടുണ്ട്. ഇതിൽ ഊർജ്ജ മേഖലാ വികസനത്തിനായി KSEB വിവിധ ധനസ്രോതസ്സുകളിലൂടെ 1138.8 കോടി രൂപയും പാരമ്പര്യവും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾക്കായി 71.04 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. സർ, KSEBയുടെ കീഴിൽ വരുന്ന വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി 1238.8 കോടി രൂപ വകയിരുത്തുന്നു. സംസ്ഥാന വിഹിതം നൽകുന്ന പദ്ധതികളിൽ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം, സ്മാർട്ട് മീറ്ററുകൾ സ്ഥാപിക്കൽ, പമ്പ്ഡ് സ്റ്റോറേജ് പദ്ധതികൾ എന്നീ 3 പുതിയ പദ്ധതികൾക്കായിട്ട് യഥാക്രമം 5 കോടി, 32.22 കോടിയും 5 കോടി രൂപയും വകയിരുത്തുന്നു. ബാഹ്യ സഹായ പദ്ധതികളായ എനർജി എഫിഷ്യൻസി ഇന്ത്യൻ ഗ്രിഡിനും ഗ്രീൻ എനർജി കോറിഡോർ 2 പദ്ധതിക്കായിട്ട് 150 കോടി വകയിരുത്തുന്നു. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെ സഹായിക്കുന്ന അനർട്ടിന് 53.18 കോടി. ഇനിയും വൈദ്യുതീകരിക്കാൻ ബാക്കിയുള്ള ആദിവാസി ഊരുകളിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ സൗരോർജ്ജ വൈദ്യുതീകരണ പദ്ധതിക്കായിട്ട് 7 കോടി രൂപ വെക്കുന്നു. സർ, ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതിക്കായിട്ട് 7.18 കോടി വകയിരുത്തുന്നു. വൈദ്യുത സുരക്ഷാ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് 9.36 കോടി. മീറ്റർ ടെസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് ലബോറട്ടറിക്ക് 7.71 കോടി എന്ന് വകയിരുത്തുന്നു. സർ, വ്യവസായങ്ങളും ധാതുക്കളും, വ്യവസായ മേഖലയ്ക്കുള്ള ആകെ വിഹിതം 1417.26 കോടി രൂപയാണ്. ഇതിൽ മുൻവർഷത്തെക്കാളും 122.54 കോടി അധികമാണ്. ധാതുക്കൾക്ക് 82 കോടി, സാങ്കേതികവിദ്യയ്ക്കായി 548 കോടി ഉൾപ്പെടെ ആകെ വ്യവസായവും ധാതുക്കളും എന്ന മേഖലയ്ക്ക് 1973.51 കോടി രൂപ വകയിരുത്തുന്നു. മുൻവർഷത്തേക്കാൾ 154 കോടി രൂപ അധികമാണ്. സർ, സംരംഭ വർഷത്തിൻ്റെ വികസന കാര്യങ്ങൾ വളരെ ആവേശകരമായിരുന്നു. MSME മേഖലയ്ക്ക് 310.84 കോടിയായിട്ട് വിഹിതം ഉയർത്തിയിട്ടുണ്ട്. സർ, സംസ്ഥാനത്ത് ഇതിനോടകം 3.82 ലക്ഷത്തിലധികം സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിലൂടെ 25,227.53 കോടിയുടെ നിക്ഷേപം ആകർഷിച്ചു. 8.16 ലക്ഷത്തിന് ആളുകൾക്ക് ജോലി ലഭിച്ചു. സർ, ഇതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി സൂക്ഷ്മ സംരംഭങ്ങളെ ചെറുകിട സംരംഭങ്ങളായും ചെറുകിട സംരംഭങ്ങളെ ഇടത്തരം സംരംഭങ്ങളായും ഉയർത്തുന്ന മിഷൻ 1000 പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. സർ, ഈ പദ്ധതി കൂടുതൽ വിപുലീകരിക്കുന്നതിനായി 35 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തെ ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും മൂല്യവർദ്ധനവും മെച്ചപ്പെടുത്തുന്നതിനായി പ്രാദേശിക സർക്കാരുമായി സഹകരിച്ച് ഗ്രാമീണ അപ്പാരൽ പാർക്കുകളും ഗ്രാമീണ മേഖലാധിഷ്ഠിത യൂണിറ്റുകളും ഇലക്ട്രോണിക് അസംബ്ലി പാർക്കുകളും സ്ഥാപിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു. ഇത് നടപ്പ് സാമ്പത്തിക വർഷം ഈ പാർക്കുകൾക്ക് ഓരോന്നിനും 10 കോടി രൂപ വീതം മാറ്റിവെക്കുന്നു. സർ, മിഷൻ 1 ലക്ഷം, മിഷൻ 1 ലാഖ് എന്ന പുതിയ പദ്ധതിക്കായി 4 കോടി രൂപ വകയിരുത്തുന്നു. സർ, കഴിഞ്ഞ 4 വർഷത്തിൽ 3431 സംരംഭകർക്ക് മൂലധന സഹായമായി 203.56 കോടി രൂപ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഈ പദ്ധതികൾക്കുള്ള വർദ്ധിച്ച ആവശ്യകത കണക്കെടുത്ത് 110 കോടി രൂപ വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്തെ വ്യാവസായിക ഭൂമിയുടെ ദൗർലഭ്യം പരിഗണിക്കുന്നതിനായി സ്വകാര്യ വ്യവസായ എസ്റ്റേറ്റുകൾ, ക്യാമ്പസ് വ്യവസായ പാർക്കുകൾ, സഹകരണ വ്യവസായ പാർക്കുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് പദ്ധതികൾ സംസ്ഥാന സർക്കാർ നിലവിൽ നടപ്പിലാക്കി വരികയാണ്. നിലവിലെ സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അംഗീകാരം നൽകുകയും അതിൽ 8 സ്വകാര്യ വ്യവസായ പാർക്കുകൾ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 38 സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. 2026-27 വർഷത്തേക്ക് പ്രവാസി വ്യവസായ പാർക്ക്, വനിതാ വ്യവസായ പാർക്ക്, പരമ്പരാഗത വ്യവസായ പാർക്ക് തുടങ്ങി പുതിയ ഘടകങ്ങൾ ഈ പദ്ധതിയിൽ ഏർപ്പെടുത്തുന്നതിന് സർക്കാർ ലക്ഷ്യമിടുന്നു. ഇതിനായി 20 കോടി രൂപ വിഹിതം ഉയർത്തുന്നു.
സർ, തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പുതിയ പാർപ്പിട സൗകര്യങ്ങളുടെ നിർമ്മാണവും തൊഴിലാളികളുടെ നിലവിലുള്ള വീടുകളുടെ നവീകരണ പദ്ധതിക്ക് ബജറ്റ് വിഹിതമായി 5 കോടി രൂപയും അധിക വിഹിതമായി 10 കോടി രൂപയും വകയിരുത്തുന്നു. പ്ലാൻ വിഹിതമായി 5 കോടി രൂപയും അധിക വിഹിതമായി 10 കോടി രൂപയും വകയിരുത്തുന്നു. സർ, PPP രീതിയിലൂടെ കേരള യൂണിവേഴ്സിറ്റി ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റ് എൻ്റർപ്രണർഷിപ്പ് എന്ന സ്ഥാപനം ആരംഭിക്കുന്നതിന് സർക്കാർ ലക്ഷ്യമിടുന്നു. ചെറുകിട വ്യവസായ മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസന പരിപാടിക്കായി 39.45 കോടി രൂപ വകയിരുത്തുന്നു. സർ, നാനോ യൂണിറ്റുകൾക്കുള്ള മാർജിൻ മണി 17.06 കോടി രൂപ വകയിരുത്തുന്നു. സൂക്ഷ്മ ഇടത്തരം സംരംഭങ്ങൾക്കുള്ള പ്രത്യേക പാക്കേജിനായി 63 കോടി രൂപ. ഇടത്തരവും വലുതുമായ വ്യവസായങ്ങൾ. സർ, വ്യവസായ മേഖലയുടെ വളർച്ചയ്ക്കായി വ്യവസായ പാർക്ക് അധിഷ്ഠിത വികസന രീതിയാണ് സംസ്ഥാനം സ്വീകരിച്ചു വരുന്നത്. ഭൂമി ഏറ്റെടുത്ത് പുതിയ പാർക്കുകൾ സൃഷ്ടിക്കുന്നതിലും നിലവിലെ പാർക്കിലെ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇടത്തരം വ്യവസായ മേഖലയിൽ പ്രധാനമായും ലൈഫ് സയൻസ് പാർക്ക്, മെഡിക്കൽ ഡിവൈസ് പാർക്ക്, പെട്രോൾ കെമിക്കൽ പാർക്ക് എന്നിവയുടെ പൂർത്തീകരണത്തിനാണ് മുൻഗണന നൽകിയിരിക്കുന്നത്. സംയോജിത റൈസ് ടെക്നോളജിയുടെ പാർക്കുകളുടെ പൂർത്തീകരണത്തിന് മുൻഗണന നൽകുന്നു. പൂർത്തീകരണത്തോട് അടുത്തിരിക്കുന്ന ഈ പ്രൊജക്റ്റുകൾക്ക് അധികമായി തുക വകയിരുത്തിയിട്ടുണ്ട്. കൊച്ചി ബാംഗ്ലൂർ ഇടനാഴിയുടെ ഭാഗമായുള്ള കൊച്ചി പാലക്കാട് ഹൈടെക് വ്യവസായ ഇടനാഴിയുടെ വികസനത്തിനായി ആകെ 1710 ഏക്കർ ഏറ്റെടുക്കേണ്ടതിൽ ഇതുവരെ 1350 ഏക്കർ വളരെ ചുരുങ്ങിയ സമയത്തിനകം ഏറ്റെടുത്തിട്ടുണ്ട്. സർ, ഇടത്തരം വൻകിട വ്യവസായങ്ങൾക്ക് 853.74 കോടി വകയിരുത്തുന്നു. ഇതിൽ KSIDCക്ക് 146 കോടിയും പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷനുള്ള 331.1 കോടിയും കിൻഫ്രയ്ക്ക് 363.81 കോടി ഉൾപ്പെടുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.